നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഒരു മാർക്കിൻ ഡൈവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്യുവർ കത്താൻ ബനാറസി സാരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. 3 സാരീസാണ് വന്നിരിക്കുന്നത്. എല്ലാം കട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്യുവർ ഹാൻഡ്ലൂം ബനാറസി സാരീസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സാരി കണ്ടു നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് നമ്മളുടെ ഫസ്റ്റ് സാരി വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന പല്ലുവാണ്, ഞാൻ ബോഡി ആയിട്ട് കാണിക്കാം. ഇതാണ് ഈ ഒരു സാരിയുടെ ബോഡി വരുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ട്രഡീഷണൽ ബനാറസി സ്റ്റൈലിലുള്ള വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. അതൊരു ഗോൾഡൻ സരിയും അതുപോലെ തന്നെ സിൽവറിലുള്ള മീനാക്കാരി വീവിങ്ങും വരുന്ന പോലെ ഫുൾ ഹെവി ആയിട്ട് ബ്രൊക്കേഡ് സ്റ്റൈലിൽ വീവ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിലൊന്നുമില്ല. ഈ കാണുന്നത് തന്നെയാണ് അവരുടെ ബനാറസിയുടെ ട്രഡീഷണൽ പാറ്റേൺസ് എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബ്രൊക്കേഡ് വീവിംഗ് ആണ് വരുന്നത്. ആൻഡ് ബോർഡേഴ്സ് നമുക്ക് ചെറിയ ബോർഡേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഫുൾ ബോഡി നല്ല ഹെവി ആയിട്ട് വന്നിട്ട് ചെറിയ ബോർഡേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു 3 ഇഞ്ചോളം വരുന്ന ഒരു തിക്ക് ബോർഡറും അത് കഴിഞ്ഞ് ഒരു 3-4 ലൈൻസും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വീവിങ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണിത്. 2 സൈഡിലും സെയിം സൈസിലുള്ള ബോർഡേഴ്സ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ആ ഒരു ബോർഡേഴ്സ് വീവ് ചെയ്തേക്കുന്ന സെയിം ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമുക്ക് പല്ലുവും വീവ് ചെയ്ത് വന്നേക്കുന്നത്. നല്ല ഹെവി ആയിട്ട് അത്യാവശ്യം വിട്ടുള്ള ഒരു മീഡിയം വിട്ടുള്ള ഒരു ബ്ലോക്കാണ് അതിൻ്റെ പല്ലു വന്നേക്കുന്നത്. അല്ലാണ്ട് ഭയങ്കര ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു പല്ലുവാണ്. ആൻഡ് ബ്ലൗസ് പീസ് പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സും വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ ടോണാണ് ആക്ച്വലി ഈ ഒരു സാരിക്ക് വരുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴായിരിക്കും പൊതുവേ ബനാറസി സാരീസിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്കൊരു കാട് പോലെയൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ഒരു ക്ലാസി ഫീൽ തരുന്ന സാരീസാണ്. നോർമലി എന്താ പറയുന്നത്, നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആൾക്കാരാണ് പൊതുവേ ഇത് യൂസ് ചെയ്ത് നമ്മൾ കാണാറുണ്ടായിരുന്നത്. ബട്ട് ഇപ്പം സൗത്തിലും ഇത് ഒരുപാട് പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 25,500 റുപ്പീസാണ്. ഇന്നത്തെ കളക്ഷനിലെ അടുത്ത സാരി വീണ്ടും സെയിം ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. കുറച്ചുകൂടെ ഡീപ്പർ ഷെയ്ഡാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സാരിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇപ്പോൾ പൊതുവേ ക്രിസ്ത്യൻ ബ്രൈഡ്സ് ബനാറസി സാരീസ് ചൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഡീപ്പായിട്ടുള്ള ഒരു റാണി പിങ്കിൽ ഗോൾഡൻ സാരി. ബനാറസിയിൽ പൊതുവെ അങ്ങനെ ബ്രൈറ്റ് ഗോൾഡ് ആയിരിക്കില്ല, കുറച്ച് ഓഫ് ഗോൾഡ് ആയിരിക്കും. ഓഫ് ഗോൾഡിൽ വരുന്ന ഗോൾഡൻ സാരി വീവിംഗ് ആണ്. ഒരു ഫ്ലവർ പോലെയുള്ള പാറ്റേൺ, ഫുൾ ജംഗ്ല വീവിംഗ് വരുന്ന പോലെയാണ്. ഫുൾ ബ്രൊക്കേഡ് സ്റ്റൈലിൽ വീവ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു സാരിയുടെ ബോഡി വരുന്നത്. ആൻഡ് ബോർഡേഴ്സ് വരുന്നത് ട്രഡീഷണൽ ബനാറസി പാറ്റേൺ ആണ്. കുറേ ഡയമണ്ട്സ് പോലെയുള്ള പാറ്റേൺ ഒക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലും കുഞ്ഞു കുഞ്ഞു വീവിംഗ് വരുന്ന, ഇൻട്രിക്കേറ്റ് ആയിട്ട് വീവ് ചെയ്ത് വരുന്ന ഒരു ബനാറസി ഹാൻഡ്ലൂം ബോർഡർ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത്. അതിൻ്റെ എഡ്ജസിൽ നമുക്കൊരു സ്കാലപ്പ് സ്റ്റൈലിലുള്ള പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. 2 സൈഡിലും നമുക്ക് ഈ ഒരു 3 to 4 ഇഞ്ചസോളം വരുന്ന ബോർഡർ പാറ്റേൺസ് തന്നെയാണ് ഈ സാരിയിൽ വന്നിട്ടുള്ളത്. ഇത് കട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് ആ ഒരു ബോർഡേഴ്സിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ തന്നെയാണ് പല്ലുവിലും വീവ് ചെയ്ത് വന്നിട്ടുള്ളത്. പൊതുവേ നമുക്ക് ബനാറസി സാരീസിൽ ഒത്തിരി വലിയ പല്ലു വരാറില്ല. ഒരു മീഡിയം സൈസ്ഡ് പല്ലു ആയിരിക്കും വരുന്നത്. ആ ഒരു സെയിം സൈസിൽ വരുന്ന പല്ലുവാണ് ഇതിനും വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെൽഫ് കളർ. സാരിയുടെ കളർ ഇതാണ്. ബേസിക്കലി ഇത് നമുക്ക് ബ്ലൗസിൽ കറക്റ്റായിട്ട് കളർ കാണാൻ പറ്റും. നല്ല ഒരു ഷെയ്ഡാണ്, നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഓപ്പൺ പ്ലീറ്റ് ആയിട്ടും പ്ലീറ്റഡ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാരിയാണ്. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് സാരിയുടെ സെയിം ബോർഡേഴ്സ് വരുന്ന പോലെയാണ് ഈ ഒരു സാരിക്ക് ബ്ലൗസ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. അപ്പോൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടണമെന്നില്ല. വെച്ച് കാണിക്കാം. നമ്മൾ ഉടുക്കുമ്പോഴായിരിക്കും ഭയങ്കര ക്ലാസി ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. ഇനി ഈ സാരിയുടെ പ്രൈസ് നോക്കാം. ആൻഡ് പൊതുവെ ബനാറസി സാരീസ് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. ഇതിനും വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16,500 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ടു നോക്കാം. ലാസ്റ്റ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഈ ഒരു സാരിക്ക് വന്നിരിക്കുന്നത്. പൊതുവേ ബനാറസിൽ നമ്മൾ അങ്ങനെ കാണാത്ത ഒരു കളർ ഷെയ്ഡാണ്. നല്ല ഒരു ലൈറ്റ് ലാവൻഡർ, പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കൊരു വൈറ്റ് ഗോൾഡ് ഷെയ്ഡിലുള്ള വീവിംഗ് ആണ് ബോഡിയിൽ ഫുള്ള് വന്നിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു പാറ്റേൺസ് ഇൻട്രിക്കേറ്റ് ആയിട്ട് വീവ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു സാരിയുടെ ബോഡിയിലുള്ള വീവിംഗ് വന്നിരിക്കുന്നത്. ഇതും ബ്രൊക്കേഡ് സ്റ്റൈൽ വീവിംഗ് തന്നെയാണ്. ആൻഡ് ബോർഡേഴ്സ് നമുക്ക് ഫ്ലോറൽ ജാൽ പാറ്റേൺ സ്റ്റൈലിൽ, ട്രഡീഷണൽ പാറ്റേൺ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഒരു 5 ഇഞ്ചസോളം വരുന്ന ബോർഡേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബോർഡറാണ് 2 സൈഡിലും ഈ സാരിക്ക് വന്നിരിക്കുന്നത്. കളർ എൻ്റെ അമ്മ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ക്രിസ്ത്യൻ ബ്രൈഡ്സിനാണെങ്കിലും ഹിന്ദു ബ്രൈഡ്സിനാണെങ്കിലും നമുക്ക് ഈവനിങ് റിസപ്ഷൻ ഒക്കെ പറ്റിയ ചോയ്സ് ആണ്. ആൻഡ് ഇതാണ് ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത്. ബാക്കി 2 സാരീസിൽ നിന്നും കുറച്ചുകൂടെ ഹെവിയർ ആയിട്ടുള്ള പല്ലുവാണ് ഈ സാരിക്ക് വന്നിരിക്കുന്നത്. കുറേ ഹെവി പാറ്റേൺസ് ഒക്കെ വീവ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പല്ലു വന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് സാരീസ് പോലെ തന്നെ ഇതിൻ്റെയും ബ്ലൗസ് പീസ് വരുന്നത് സെൽഫ് കളർ പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡറും വരുന്ന പോലെയാണ് ഇതിൻ്റെയും ബ്ലൗസ് പീസ് വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 16,500 തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബനാറസി കത്താൻ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണ്. 3 സാരീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഞങ്ങളുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്